നടി ആക്രമിച്ച കേസിൽ ദിലീപിന് അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചു. ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ദിലീപിന് മേൽ ചുമത്തിയിട്ടുള്ളത് എന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച ദിലീപ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും. കുറ്റകൃത്യത്തിന്റെ ഗൌരവവും പുറത്തിറങ്ങിയാൽ കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് ദിലീപിന് അങ്കമാലി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. ജാമ്യാപേക്ഷയുമായി തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ രാംകുമാർ പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച തന്നെ കൊടുക്കും. അതേസമയം പ്രതി പുറത്തിറങ്ങിയാൽ ഇരയായ നടിയുടെ ജീവന് പോലും ഭീഷണിയാകുമെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേഷൻ കോടതിയിൽ വാദിച്ചത്. പ്രോസിക്യൂഷൻ വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രം കോടതി ബോധിപ്പിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനുള്ള അനുവാദം തരുന്നതിനും വേണ്ടി വരുന്നത് ഇനി വീണ്ടും കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ കോടതിയിൽ നമ്മൾ സമീപിക്കുകയായി. പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്തതിനാൽ ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് മാറ്റി. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അതിനിടെ ദിലീപിന്റെ 2 മൊബൈൽ ഫോണുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചു. മീഡിയ 1 കൊച്ചി. ദിലീപ് ഉപയോഗിച്ചിരുന്നത് എന്ന് കരുതുന്ന 2 മൊബൈൽ ഫോണുകൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് തിരയുന്ന മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കുകയാണെന്നും പോലീസിന് ഫോൺ ലഭിച്ചാൽ ഫോണിൽ കൃത്രിമത്വം കാട്ടാൻ സാധ്യതയുണ്ടെന്നും ദിലീപ് കോടതിയെ ബോധിപ്പിച്ചു. പോലീസ് അനവധി തവണ ആവശ്യപ്പെട്ടിട്ടും ദിലീപിന്റെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടും മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നില്ല. മുദ്രവെച്ച കവറിലാണ് ദിലീപിന് വേണ്ടി അഭിഭാഷകൻ 2 മൊബൈൽ ഫോണുകളും കോടതിയിൽ സമർപ്പിച്ചത്. ദിലീപിന്റെ മൊബൈൽ ഫോൺ പോലീസിന് ലഭിച്ചാൽ മെമ്മറി കാർഡ് ഉൾപ്പെടെ മാറ്റി കൃത്രിമത്വം കാണിക്കുമെന്നും അത് ഭയന്നിട്ടാണ് കോടതിയിൽ നേരിട്ട് നൽകുന്നതെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. മൊബൈൽ ഫോണിന് വേണ്ടി പോലീസ് വ്യാപകമായി പരിശോധന നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. സമർപ്പിച്ച മൊബൈൽ ഫോണുകൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് പരിശോധന നടത്താൻ മൊബൈൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ റിമാൻഡിൽ ജയിലിലേക്ക് അയച്ച ദിലീപിനെ തിരിച്ചു വിളിച്ചു. വീണ്ടും കോടതിയിലെത്തി ദിലീപ് മൊബൈൽ കുരുക്ക് അഴിച്ചു നൽകി. പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും മൊബൈൽ ഫോൺ നൽകാതിരുന്നത് ശരിയായില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേഷൻ കോടതിയിൽ വാദിച്ചു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ തുടക്കം മുതൽ മൊബൈൽ ഫോണുകൾ കേസിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാന തെളിവുകളായിരുന്നു. ലിജോ വർഗീസ്, മീഡിയ 1 കൊച്ചി.